ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് വോയിസ് കൊടുത്തിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു പടമാണ് വരയ്ക്കുന്നത്. നമ്മുടെ പരമശിവൻ, മഹാദേവൻ, നീലകണ്ഠൻ അങ്ങനെ ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ മഹാദേവൻ്റെ ഫേസാണ് വരയ്ക്കുന്നത്. അതിൽ കണ്ണ് മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിന്ന് വരയ്ക്കുന്നത്. ഹിന്ദുമതത്തിലെ പരമോന്നത ദേവന്മാരിൽ ഒരാളാണ് മഹാദേവൻ അഥവാ പരമശിവൻ. ത്രിമൂർത്തികൾ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. സംഹാരത്തിൻ്റെ ദേവനായി ശിവൻ അറിയപ്പെടുന്നു. ശൈവ പാരമ്പര്യമനുസരിച്ച് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്ത പരബ്രഹ്മാവാണ് അദ്ദേഹം. ആദിയോഗി, യോഗ, ധ്യാനം, കല എന്നിവയുടെ അധിപനായി ശിവനെ കണക്കാക്കുന്നു. രൂപം: കഴുത്തിൽ വാസുകി എന്ന സർപ്പത്തെ അണിഞ്ഞും ജടയിൽ ഗംഗാദേവിയെ ധരിച്ചും നെറ്റിൽ 3-ാം കണ്ണുള്ളവനുമാണ് നമ്മുടെ പരമശിവൻ. ശിവലിംഗ രൂപത്തിലാണ് അദ്ദേഹം പ്രധാനമായും ആരാധിക്കപ്പെടുന്നത്. നമ്മളുടെ പരമശിവൻ്റെ വാഹനം നന്ദിയാണ്. താമസിക്കുന്ന സ്ഥലം കൈലാസ പർവ്വതത്തിലാണ്. പത്നി പാർവതി ദേവിയാണ് ആദിപരാശക്തിയുടെ പൂർണ്ണരൂപം. മക്കൾ ഗണപതി, കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ. നടരാജൻ നൃത്തത്തിൻ്റെ രാജാവ്. ഭൈരവൻ സംഹാരകൻ. ദക്ഷിണാമൂർത്തി ജ്ഞാനത്തിൻ്റെ അധിപനായ ഗുരു. അർദ്ധനാരീശ്വരൻ ശിവഭക്തി സ്വരൂപം. ശരീരത്തിൽ പാതി ശിവനും പാതി പാർവതിയും. തിങ്കളാഴ്ച മഹാദേവന് പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കപ്പെടുന്നു. ശിവരാത്രി ശിവനെ ആരാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമാണ്. വ്രതം: ഭക്തർ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നത് ഐശ്വര്യത്തിനും ദുരിതമുക്തിക്കും കാരണമാകുമെന്ന് വിശ്വസിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാദേവൻ അഥവാ പരമശിവൻ ശരീരത്തിലെ ജീവനും പാർവതി ബലവുമായി കണക്കാക്കപ്പെടുന്നു. ശിവസാന്നിധ്യമില്ലാത്ത ശരീരം ശവസമാനമായി കണക്കാക്കപ്പെടുന്നു. അപകടങ്ങളും അകാല മരണവും മഹാരോഗങ്ങളും ഒഴിവാക്കാനും ദീർഘായുസ്സ് ലഭിക്കാനും നിത്യവും മൃത്യുഞ്ജയനായ ശ്രീ പരമേശ്വരനെ ഭജിക്കണം എന്നാണ് ശൈവ ഹൈന്ദവ വിശ്വാസം. പാർവതി അല്ലെങ്കിൽ പരാശക്തിയെ ആരാധിക്കുന്നതിലൂടെ ഐശ്വര്യവും സംരക്ഷണവും വിജയവും സർവ്വമംഗളങ്ങളും ലഭിക്കും എന്നാണ് സങ്കല്പം. നിത്യവും ശിവാരാധന ചെയ്യുന്ന ഭക്തർ മരണാനന്തരം ശിവനായി തീരുമെന്നും കൈലാസത്തിൽ ശിവനിൽ ലയിച്ച് മോക്ഷം പ്രാപിക്കുമെന്നുമാണ് വിശ്വാസം.